ഹലോ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഇടുക്കി വയനാട് സ്ഥലങ്ങളിൽ ഒരു ഒറ്റമൂലി, ഇത് നമ്മുടെ ഈ തെങ്ങിൻ്റെ മേളിലും ചെറിയ പടർന്ന് സോഫ്റ്റായിട്ട് ചില മരങ്ങളിലേക്ക് കയറി പിടിക്കുക. ആടിൻ്റെ കാല് പോലെ ഇരിക്കണം. അപ്പോൾ ഇത് വളരെ ഗുണമുള്ള സാധനമാണ് പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഇത് വിൽപ്പനയ്ക്ക് ഉണ്ട്. ഇത് എല്ലാവരും ഇപ്പം മിക്കവരും ഇതിങ്ങനെ കഴിക്കുന്നുണ്ട്. ഇത് കാലങ്ങളിൽ കാട്ടിൽ ജീവിച്ചിരുന്നവർ, കാടിൻ്റെ അവിടെ താമസിക്കുന്നവർ ഈ ആട്ടിൻകാളി, ഇത് ആട്ടിൻകാളിൻ്റെ ആ സസ്യത്തിൻ്റെ കിഴങ്ങാണ് ആട്ടിൻകാളി എന്ന് പറയുന്നത്. അത് സൂപ്പ് വെച്ച് കുടിക്കാറുണ്ട്. പിന്നെ പ്രധാനമായിട്ട് ഇതിൻ്റെ കൊഴുപ്പൊന്നുമില്ല, അതാണ് ഇങ്ങനെ ഒരു പ്രത്യേകത. സാധനമുണ്ട്, അതിൻ്റെ പേര് ആടുകാലം എന്ന് പറയുന്നത്. അതാണ് ഈ സാധനം. കണ്ട, ആടിൻ്റെ കാല് പോലെ ഇരിക്കണം. ഇതുണ്ട്, ഇവിടെ ഇരിപ്പുണ്ട്. ഇത് ഒരു മരുന്നിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇത് ഉപയോഗിച്ചിരിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ ആടുകാലം എന്ന് പറയുന്നത് ഇത് നമ്മുടെ ശരീരവേദനയ്ക്ക്, നീർക്കെട്ട്, അതുപോലെയുള്ള അവിടെ ഇവിടെയൊക്കെ വേദനയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒരു ഒറ്റമൂലി മരുന്ന് പലരും ഇങ്ങനെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നിങ്ങനെ നമ്മളത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇത് ആട്ടുകാലം എന്ന് പറയുന്ന ചെടി. അപ്പോൾ അത് നമ്മളിത് ആദ്യം ചെയ്യേണ്ടതെന്ന് ഈ ആട്ടുകാലം ഇത് മുറിച്ചിട്ട് മുറിച്ചെടുത്തതിന് ഇതെടുത്തിട്ട് ചീകി ഇത് വൃത്തിയാക്കിയിട്ട് നല്ലപോലെ വൃത്തിയാക്കിയിട്ട് കഷ്ണമാണ് ഇത് മുറിച്ചത്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് 2-3 വെളുത്തുള്ളി എഴുതുക. പിന്നെ അത് കഴിഞ്ഞ് ഒരു 8-9 കുരുമുളക് ഇപ്പുറത്ത് പറഞ്ഞാൽ ഇതുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് സ്വല്പം മഞ്ഞപ്പൊടി, സ്വല്പം മതി. പിന്നെ അത് കഴിഞ്ഞ് ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു സ്വല്പം ജീരകം, ഒരു സ്പൂണിനടുത്തോളം ജീരകം. ഇതുണ്ട്. ഇതെല്ലാം കൂടി നമ്മൾ 2 ഗ്ലാസ് വെള്ളത്തിൽ, ഇപ്പോൾ 1 ഗ്ലാസ്, 2 ഗ്ലാസ് വെള്ളത്തിൽ നല്ലപോലെ ഇതെല്ലാം കൂടി ഇടണം. ഇതായിട്ട് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇട്ടിട്ട് ഇതുപോലെ എല്ലാം കൂടി ഇടണം. ഇതെല്ലാം ഇടണം. ഇത് ഈ പറഞ്ഞ സാധനം, ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇട്ടിട്ട് 2 ഗ്ലാസ് ഒഴിച്ചതിൽ 1 ഗ്ലാസ്സായിട്ട് നമ്മളത് പറ്റിച്ചെടുക്കണം. എന്നിട്ട് രാവിലെ വൈകുന്നേരമായിട്ട് കുടിക്കണം. കുടിച്ച് കഴിഞ്ഞപ്പോൾ ഇത് കുടിച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച ഗ്യാപ്പ് ഇടണം. അപ്പോൾ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 2 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് കുടിക്കാവോ. അങ്ങനെ കുടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ വേദന, നീർക്കെട്ട്, അതും ഇതൊക്കെ മാറുവാൻ കഴിയുമെന്നാണ് ഇങ്ങനെ പറയുന്നത്. ചിലവരിങ്ങനെ കഴിച്ചിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ കൊല്ലം ജില്ലയിലെ ആര്യങ്കാവ് റൂട്ടിൽ തമിഴ്നാട്ടിലേക്ക് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ വഴിയരിയിലൊക്കെ ഇത് വെച്ചു. ഇത് അപ്പോൾ അത് എല്ലാവരും ഇത് ഒന്ന് ഉപയോഗിച്ച് ശ്രമിച്ചു നോക്കുക. അപ്പോൾ ഇത്തരം വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. നല്ല മരുന്നാണിത്. വാച്ച് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി.